ഹലോ നമസ്കാരം. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പാർലമെൻറ്റ് മറ്റേ ബോട്ട് ക്രൂയിസ് എടുത്ത് പോയി കണ്ടായിരുന്നു. അത് അടിപൊളി വീഡിയോ ആയിരുന്നില്ലേ? ഒരു നൈറ്റിൽ ആ ഒരു ഗോൾഡൻ കളറിലാണ് ഇവിടെ ആ ഒരു പാർലമെൻറ്റ് ഇരിക്കുന്നത് തന്നെ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു തിങ്കളാഴ്ചയാണ്. ഇന്ന് നല്ല ക്ലൈമറ്റ് ആട്ടോ. ഇന്ന് നല്ല വെയിലുണ്ട്, 25 ഡിഗ്രി ചൂടുണ്ട്. അപ്പോൾ അത്യാവശ്യം റോഡൊക്കെ നല്ല തിരക്കാണ്. ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ വന്ന് ഇറങ്ങുന്നുണ്ട്. സോ ഞാൻ ഒരു ബുഡ കാസിൽ കാണാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ബുഡ കാസിൽ. ഇതിനകത്തേക്ക് കയറാനുള്ള കോട്ട കേട്ടോ ഇത്. അപ്പോൾ അത് പക്ഷേ ബസ്സും വണ്ടിയൊക്കെ അതുവഴി പോകും. പക്ഷെ ഞാൻ വിചാരിച്ച് നടന്ന് പോകാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ നടന്നു പോകാനുള്ള വഴി എങ്ങോട്ടാണ് ഞാൻ നോക്കട്ടെ. കൊള്ളാമല്ലേ, അടിപൊളിയല്ലേ? അപ്പോൾ ഈ ബുഡാപെസ്റ്റിൻ്റെ ഒരു ജോഗ്രഫി കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുഡാപെസ്റ്റ് എന്ന നഗരത്തിനെ നടുക്ക് കൂടിയാണ് ഈ ഡനൂബ് എന്ന് പറഞ്ഞ റിവർ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കാണാം. ഇപ്പോൾ 2 സൈഡാണ്. അപ്പോൾ നമ്മുടെ ഇന്നലെ കണ്ട നമ്മുടെ പാർലമെൻറ്റാണ് ദോ ഇരിക്കുന്നത്. അപ്പോൾ പാർലമെൻറ്റ് ഇരിക്കുന്നത് ഇതിൻ്റെ പെസ്റ്റ് സൈഡെന്നാണ് പറയുന്നത്, പെസ്റ്റ്. സോ അതുപോലെ കാസിൽ ഇരിക്കുന്നത് ഈ സൈഡിലോ, ഇതിനെ ഹിൽ സൈഡോ അല്ലെങ്കിൽ ബാങ്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതിനാണ് ഒരു ബാങ്ക് സൈഡ് എന്ന് പറയുന്നത്, മെയിൻ സൈഡ്. അത് പെസ്റ്റ് സൈഡാണ്. പെസ്റ്റ് സൈഡിലാണ് നമ്മുടെ സിറ്റി ഏരിയയും പിന്നെന്താ വേണമെങ്കിൽ അങ്ങനെ പറയാം. വേണം ബുഡാപെസ്റ്റിൻ്റെ പുതിയ ന്യൂ ടൗൺ വന്നിട്ട് ഈ സൈഡും, അവിടെയാണ് നമ്മൾ പാർലമെൻറ്റ് ബിൽഡിങ്ങൊക്കെ ഇരിക്കുന്നത്. അവിടെയാണ് സിറ്റി ഏരിയ കംപ്ലീറ്റ്. ഈ സൈഡെന്ന് പറയുന്നത് ഇവിടുത്തെ ഓൾഡ് ടൗണാണ് ആക്ച്വലി. ഇവിടെയാണ് കാസിലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ 2 ഇതിനെ കൂടെ കണക്ട് ചെയ്യുന്ന ഈ ബ്രിഡ്ജിൻ്റെ പേര് എലിസബത്ത് ബ്രിഡ്ജ് എന്നാണ് കേട്ടോ. ഇതിൽ കൂടെ വണ്ടികളൊക്കെ പോകും, സൈഡിൽ കൂടെ ആൾക്കാർക്ക് നടന്നു വരാം. അപ്പോൾ ഞാൻ ബസ് ഇറങ്ങി ആക്ച്വലി ബസ് ഇതിൽ കൂടെ പാസ് ചെയ്ത് പോയ ബസ് ഇറങ്ങി ആക്ച്വലി അവിടെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് നടന്ന് വന്നാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. വലിയ ബഹളമൊന്നും ഇല്ലാത്ത സാധാരണ ഒരു റിവറാണ്, അത്യാവശ്യം വലുതാണ്. നിങ്ങൾ പണ്ട് നമ്മൾ ജോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ഡനൂബ് ബെൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അത് ആക്ച്വലി ഹംഗറിയിലാണ് ഈ ഡനൂബ് ബെൻഡ്. ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഡനൂബ് റിവർ ഈ 2 സൈഡിനെ ഇങ്ങനെ 2 കരയും കീറി മുറിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഒരു പോയിൻ്റ് എത്തുമ്പോൾ ഈ നദി ഒരു ബെൻഡായിട്ട് തിരിച്ചു വരും. അപ്പോൾ അതിന് ആ ഒരു സ്ഥലത്തിന് ഡനൂബ് ബെൻഡ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ നിന്ന് ആക്ച്വലി കുറച്ച് ദൂരമുണ്ട്. ഒരു 1 hour 35 minute ട്രെയിനൊക്കെ എടുത്ത് പോകണം, അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ പോകണം. അപ്പോൾ എനിക്ക് അങ്ങ് പോകാനുള്ള സമയം പ്രാവശ്യം ഇല്ല, കാരണം ഞാൻ ആകെ ഒരു 2 ദിവസമേ ബുഡാപെസ്റ്റിലുള്ളൂ. അപ്പോൾ അത് ആക്ച്വലി അതൊരു ടൂറിസ്റ്റ് സ്ഥലമാണ്. നമുക്ക് ട്രക്ക് ചെയ്തൊക്കെ അവിടെ പോകാൻ പറ്റും, ഡനൂബ് ബെൻഡ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ അത് കാണാം, എൻ്റെ വീഡിയോസും പിന്നെ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കേട്ടോ. ആക്ച്വലി നമുക്ക് ഈ പാലത്തിൻ്റെ ഇവിടെ നിന്നിട്ട് ബുഡാപെസ്റ്റ് കാസിൽ കാണാം കേട്ടോ. ബുഡാ കാസിൽ കേട്ടോ അതിന് പറയുന്നത്. എനിക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടുത്തെ ടാക്സിയും ഇതേപോലെ ട്രാമും എല്ലാം മഞ്ഞ കളറാട്ടോ. പക്ഷേ ആക്ച്വലി അത് തന്നെ ഒരു കാണാൻ രസം കേട്ടോ. കാരണം ഈ സിറ്റിയുടെ നടുക്ക് കൂടെ ഈ മഞ്ഞ കളറിൽ നല്ല ബ്രൈറ്റ് പെപ്പി കളറാണ്. ആ ഒരു കളറിൽ ഈ ടാക്സിയും ട്രാമും പോകുന്നുണ്ട്. ആക്ച്വലി ഈ റൂട്ടിൽ ട്രാം അടിപൊളിയാണ്. നിങ്ങൾക്ക് ഈ പാർലമെൻറ്റ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ബോട്ടിൽ കാണുന്ന കാഴ്ച പോലെ തന്നെ നൈറ്റ് ആ സൈഡിൽ കൂടെ തന്നെ ഒരു ട്രാം പോകുന്നുണ്ട്. ആ ബാങ്ക് സൈഡിൻ്റെ അവിടെ കൂടെ ഒരു ട്രാക്കുണ്ട്. ആ ട്രാക്ക് കഴിഞ്ഞ് ട്രാമുണ്ട്. അതുപോലെ ഈ സൈഡിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എടുത്ത് പോകാം. അതാണ് ചീപ്പസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു പറഞ്ഞാൽ. ഏതാണ്ട് €1 ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ട്രാമിൽ ടിക്കറ്റ് എടുത്ത് പോകാമെന്നാണ്. നൈറ്റൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളി വിഷ്വൽസ് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ പാലം കടന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ 2 സൈഡിൽ 2 സിംഹത്തിൻ്റെ പ്രതിമ കാണാം. അവർ ആ കാസിലിനെ ഫേസ് ചെയ്താണ് അവരിയ്ക്കുന്നത് കേട്ടോ. അതാ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇതാണ് മെയിൻ സൈഡെന്ന് പറയുന്നത് ആക്ച്വലി. അതുകൊണ്ടാണ് ഇത് ഫേസ് ചെയ്ത് അങ്ങോട്ട് നിൽക്കുന്നത്. അപ്പുറ സൈഡ് പെസ്റ്റ് സൈഡ്, ഇത് ഹിൽ സൈഡ് അല്ലെങ്കിൽ ബാങ്ക് സൈഡ് എന്ന് പറയുന്നത്. ഇതാണ് മെയിൻ ലാൻഡ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് നടന്ന് കയറാൻ വയ്യാത്തവർക്കുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഷട്ടിൽ പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ മുകളിൽ കൊണ്ടാക്കും നമ്മൾ. പക്ഷെ അതിന് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാൻ തോന്നുമ്പോൾ ഞാൻ എന്തായാലും ഇത് എടുക്കുന്നില്ല, ഞാൻ എന്തായാലും നടന്ന് കയറാമെന്നുള്ള രീതിയിലാണ്. ഇതിൻ്റെ മുകളിലാണ് കാസിൽ വരുന്നത്. ഈ കാണുന്ന കോട്ട മതിലാട്ടോ. ഇതിങ്ങനെ ഒരു വലിയൊരു ഏരിയയിലായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ കോട്ട. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇതാ നമ്മുടെ ഫ്രണ്ടിൽ കണ്ട കോട്ടയില്ല, കോട്ടയുടെ ആ ഒരു ടണലാട്ടോ ഇത്. അപ്പോൾ ഇത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മുടെ കാസിലോട്ട് പോകുന്നത്. സോ
അപ്പർ സൈഡ് ബാക്ക് സൈഡ് അത് അവിടുന്ന് എലിസബത്ത് ആ ഒരു ബ്രിഡ്ജുണ്ട് കേട്ടോ. ആ ബ്രിഡ്ജാണ് കണക്ട് ചെയ്യുന്നത് ഈ സൈഡിലോട്ട്. അപ്പം ഞാൻ എന്തായാലും സ്റ്റെപ്പ് കയറാമെന്ന് വിചാരിച്ചു. ഓ ഇതാണ് സ്റ്റെപ്പ്. എന്തായാലും മുകളിലൂടെ ഇങ്ങനെ കറങ്ങി പോകും. കുറേ ഉണ്ട്. ഇവിടെ വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഷട്ടിലില്ലേ മുകളിലോട്ട് കയറി പോകുന്നത്, അത് നമ്മളതിന് താഴെ കേട്ടോ. അപ്പോൾ അതിന് കറക്റ്റ് മുകളിൽ ക്രോസ് ആയിട്ടൊരു ബ്രിഡ്ജ് പോകും. അത് ഇങ്ങനെ കയറി പോകും മുകളിലോട്ട്. അപ്പോൾ ഇവിടെ ആൾക്കാർ ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട്. ഇതാണ് വ്യൂ. അടിപൊളിയല്ലേ ഗ്യാസാനം കയറി വരുന്നത്. കയറി വന്നപ്പോൾ കണ്ടോ ഇതെന്താ സംഭവം? ഡ്രാഗൺ കുഞ്ഞോ? കൊള്ളാല്ലേ. അങ്ങനെ ഒടുവിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എത്തിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോക്കാം. അതെ ഇത് തന്നെയല്ലേ കോട്ട? അല്ല, മുമ്പ് ഇവിടെ വന്നിട്ട് വ്യൂ നോക്കി. അടിപൊളി. ഇതോ നമ്മുടെ പാർലമെൻറ്റ്. സോ നമ്മൾ കയറി വരുമ്പോൾ ഉള്ള കാഴ്ച നല്ല തിരക്കാണ്. ആൾക്കാരൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് നിൽക്കുന്നു. ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടക്കുന്നു. നടുക്കൊരു ഫൗണ്ടെയിൻ ഉണ്ട്. എനിക്കൊന്ന് മെയിൻ എൻട്രൻസ് ഇതാണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മൾ താഴെ നിന്ന് കണ്ടത് കേട്ടോ. അതെന്താ സംഭവം? അതെനിക്കൊന്നും ഒരു സീഗിളാണെന്ന് തോന്നുന്നു കേട്ടോ. സീഗിളിൻ്റെ എന്തോ സംഭവം. ഇവിടെ ഒരു സംഭവമാണ്, ഒരു ഫിഷർമാൻ്റെ ഒരു സംഭവമുണ്ട്. എനിക്കൊന്ന് അത് സിംബോളൈസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം കേട്ടോ. А воно все з цього такого. Воно з цього такого зроблено. ഓക്കെ, എന്താ സംഭവം ഇത്? ഇതാണോ കോട്ട? താഴെ നിന്ന് കാണുമ്പോൾ ഇങ്ങനെയല്ലല്ലോ. ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ കൊട്ടാരത്തിന് 2 ഭടന്മാർ നിൽക്കും. ഇവിടുത്തെ ഭടന്മാരൊക്കെ ഡ്രസ്സ് ഇതാട്ടോ. ഇത് ഒറിജിനലാണ്, പ്രതിമയാണ്? അയ്യോ അല്ല ഗൈസ്, ഇത് ഒറിജിനൽ ആൾക്കാരാണ്. അയ്യോ അവരത് അനങ്ങാതെ നിൽക്കുന്നു. നോക്കി, ഒറിജിനൽ ആൾക്കാരാ. താഴെ നിന്ന് വേണമെങ്കിൽ ഇതേപോലെ ടൂർ ഗൈഡുകളൊക്കെ ആയിട്ട് ഗ്രൂപ്പായിട്ടൊക്കെ വരാം കേട്ടോ. എന്നാലും ചേട്ടന്മാരെ സമ്മതിക്കണമല്ലേ, അനങ്ങാതെ നിൽക്കുന്നു. നോക്കി വെയിലത്ത്. അടിപൊളി. ഇവിടെ ഇതേപോലത്തെ കുറച്ച് സാധനം വെച്ചിട്ടുണ്ട്. എന്തോ ഒന്നുമില്ലല്ലോ. എന്തൊക്കെ കാര്യമായിട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയാലും ഇത് തന്നെയാണ്. കാര്യമായിട്ട് എന്തോ വലിയ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് തൊട്ടും കണ്ടിട്ടില്ല. ഇവിടെ എന്താ ക്യൂ? എന്തോ കാര്യമായിട്ട് ക്യൂ പോകുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തിരിച്ചിറങ്ങി പോകാനുള്ള ക്യൂ ആണോ? തിരിച്ചിറങ്ങി പോകാൻ ക്യൂ ആണത്തില്ല. വേറെ എന്താ സംഭവം? എല്ലാവരും പോകുന്നുണ്ട്, ഞാനും പുറകെ പോകുന്നുണ്ട്. നമുക്ക് സംഭവം എന്താണെന്ന് നോക്കാം. ഇങ്ങോട്ടേക്ക് എന്തോ മത്തിയാസ് ചർച്ചിലേക്ക് പോകുന്ന വഴി അതിനുള്ള ക്യൂ ആണ് കേട്ടോ. അയ്യോ ചർച്ചിൽ ഞാൻ കയറുന്നില്ല. ആക്ച്വലി ചർച്ചിൽ കയറാൻ ടിക്കറ്റ് വേണം. ഞാനത് ടിക്കറ്റ് എടുത്തിട്ടില്ല ആക്ച്വലി. പ്രത്യേകിച്ച് ഒന്നുമില്ല അവിടെ, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്ത. അതിൽ കാര്യമൊന്നുമില്ല. അപ്പം നമുക്കെന്താ തിരിച്ചു പോകാമല്ലേ. ഇവിടുത്തെ ഒരു മെയിൻ സംഭവം കേട്ടോ ഈ ചിമ്നി കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള. അതിങ്ങനെ പല ഫ്ലേവറിലുണ്ട്. ഇതേപോലെ ഇത് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ സംഭവമാണ്. അതിങ്ങനെ വാനില, സിനമൺ, വാൾനട്ട്, കോക്കനട്ട് എന്ന് ഓരോ ഫ്ലേവറിലുണ്ടാവും. ഇതാണ് സംഭവം.
ഇവിടെ നിന്ന് ചേച്ചി ഉണ്ടാക്കുന്നതാണ്. ദാസാണ്, പുകയൊക്കെ വരുന്നുണ്ട് അതിന്. ആക്ച്വലി ആ ക്യൂ എന്താണെന്ന് അറിയാവോ? അത് ഇത് കണ്ട് പുറത്തേക്ക് പോകുന്നോട് വരും. ഞാൻ കയറി വരികയും ചെയ്തു, അവരെ കൂടെ തിരിച്ച് വരികയും ചെയ്തു. ഞാൻ വീണ്ടും തിരിച്ചു പോകണം. അപ്പോൾ ഞാൻ ഈ സൈഡിലോട്ട് വന്നിട്ട് ഇനി തിരിച്ചിറങ്ങി പോവുകയാണ്. തിരിച്ച് നമുക്ക് ആ സൈഡിലോട്ട് പോകും. അവിടെയാണ് നമ്മൾ താഴെ നിന്ന് കാണുന്ന ഡോമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പം ഇനി അങ്ങോട്ടേക്ക് ഇപ്പോൾ ഇതാണ് ആ ടോംബ് നമ്മൾ താഴെ നിന്ന് കാണുന്ന. ഇതാണ് നമ്മൾ ആ താഴെ നിന്ന് കാണുന്ന വ്യൂ കേട്ടോ. ഇവിടെ നിന്നാണ് ആക്ച്വലി നമുക്ക് അടിപൊളി ഒരു വ്യൂ കിട്ടും. നേരത്തെ കണ്ട വ്യൂ തന്നെയാണ്. അപ്പോൾ ഈ ബുഡാപെസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബുഡാപെസ്റ്റിൽ മറ്റൊരു ഐക്കോണിക് സ്ട്രക്ചറാണിത്. ഇത് ഡനൂബ് റിവറിനെ ഫേസ് ചെയ്തിട്ടാണ് നമ്മുടെ സൈഡിലിരിക്കുന്നത്. വെച്ചാൽ നമ്മുടെ പാർലമെൻറ്റും വെസ്റ്റ് സൈഡിനെയും ഫേസ് ചെയ്തിട്ടാണ് ഈ ബുഡാപെസ്റ്റ് കാസിലിരിക്കുന്നത്. ഇതിൻ്റെ ചരിത്രം പറയാനാണെങ്കിൽ 13-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. ഹംഗേറി രാജകുടുംബമാണ് ഇത് നിർമ്മിച്ചത്. പിന്നീടുള്ള കാലങ്ങളിൽ ഒരുപാട് തവണ ഇത് പൊളിഞ്ഞു വീഴുകയും പിന്നീട് റീബിൽഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സെൻട്രൽ യൂറോപ്പിൽ വാർ നടക്കുന്ന സമയത്തും അല്ലാതെ നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറിലും ഇതിൻ്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടു, ഇങ്ങനെ തകർന്നു വീണിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നീട് പുനർനിർമ്മിക്കപ്പെടുകയും ഇപ്പോഴും അത് ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് ഹംഗേറി രാജകുടുംബത്തിൻ്റെ ഓണർഷിപ്പിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, എന്നാലും പാർഷ്യലേ ഉള്ളൂ. പകുതി ഗവൺമെൻറ് ഏറ്റെടുത്തു. ഇപ്പോൾ നമുക്കിവിടെ ഹംഗേറിയൻ നാഷണൽ ഗാലറിയും പിന്നെ അല്ലാതെ ഇവിടുത്തെ നാഷണൽ മ്യൂസിയവും, നാഷണൽ ഹിസ്റ്ററി മ്യൂസിയവും, നാഷണൽ ഗാലറി മ്യൂസിയവും അങ്ങനെ ഗവൺമെൻറ്റും കൂടെ ഏറ്റെടുത്തിട്ടാണ് ഇപ്പോൾ ഈ കാസിൽ കൊണ്ടുപോകുന്നത്. പക്ഷേ അതിന് രാജകുടുംബം അവർ ഭയങ്കര സപ്പോർട്ടാണ്, അവർക്കത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാരണം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അതൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഗവൺമെൻറ്റിനെ ഞാൻ ഫുള്ളി ഇതായിട്ട് പറയുന്നില്ല, പക്ഷേ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അതൊക്കെ അതിൽ നിന്നും കുറേ ഫണ്ട് അടിച്ചു മാറ്റാനും പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ആ പരിപാടിയൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ രാജകുടുംബം ഗവൺമെൻറ്റുമായിട്ട് ഒത്താണ് ഇത് കൊണ്ടുപോകുന്നത്. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഫണ്ടിലോ എല്ലാം കൈയിട്ട് വരാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യും. ഉടനടി അവർ രാജിവെക്കും. വേറെ ഓപ്ഷനൊന്നുമില്ല. അവരെ പിടിച്ച് അകത്തിടുകയും ചെയ്യും. അത് മന്ത്രി ആയാലും രാജാവായാലും ആരായാലും. അപ്പം നമ്മുടെ നാട്ടിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് ഈ സംഭവം. അപ്പോൾ നമ്മൾ കാസിലിൻ്റെ ഇവിടെ നിന്ന് ഞാൻ മറ്റേ ഫിഷർമാൻ ബാസ്റ്റിയൻ കാണാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അതെന്താ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കാസിലിൻ്റെ തിരിച്ച് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ അത് തിരിച്ച് ഇതുവഴി ഇറങ്ങി പോകണമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഫിഷർമാൻ ബാസ്റ്റിയനകത്തേക്ക് വരുമ്പോൾ ഇതാണ് കാഴ്ച. ഇവിടെയും ഇതുപോലെ സ്റ്റെപ്പ് കയറി നമ്മൾ പോകണം. ഇവിടെ എന്തോ വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ടാണ് പോകുന്നത്. ഫിഷർമാൻ ബാസ്റ്റിയൻ കാണാൻ വേണ്ടി വരുമ്പോൾ നമ്മളിവിടെ ആദ്യം കാണുന്നത് മാത്യാസ് ചർച്ച് കേട്ടോ. ഈ ചർച്ചിനുള്ളിൽ കയറാൻ ടിക്കറ്റ് വേണം. തൽക്കാലം ഞാൻ ഒന്നും കയറുന്നില്ല. ഇതും ഒരു നിയോ ഗോതിക് സ്ട്രക്ചറിലുള്ള ഒരു ചർച്ച കേട്ടോ. ഇതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ 9ാം സെഞ്ച്വറിയിലാണ് ഈ ബുഡാപെസ്റ്റ് കണ്ടുപിടിച്ചത്. നമ്മുടെ ഈ കൊളംബസ് USA കണ്ടുപിടിച്ചെന്ന് പറയുന്ന, അമേരിക്ക കണ്ടുപിടിച്ചെന്ന് പറയുന്ന പോലെ മാഗിയാർ എന്ന് പറയുന്ന ഒരു ഫിഷർമാൻ ട്രൈബുണ്ട്. അപ്പോൾ അവർ 9ാം സെഞ്ച്വറിയിൽ ഇതുപോലെ ട്രാവൽ ചെയ്ത് ലാൻഡ് സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് അവർ അവരുടെ ആയുധങ്ങളും കുതിരകളും എല്ലാം അവർ സമ്പാദ്യം മൊത്തമായിട്ട് ഇങ്ങനെ ഒരു ലാൻഡ് തപ്പി നടക്കുമായിരുന്നു. അങ്ങനെ അവർ വന്നതാണ് ഇന്നത്തെ ബുഡാപെസ്റ്റിലേക്ക്. അപ്പോൾ 9ാം സെഞ്ച്വറിയിൽ അവർ വന്നപ്പോൾ ഇവിടെ ബുഡാപെസ്റ്റ് അല്ല, ഇതൊരു കാർപ്പാത്തിയൻ റീജിയൻ ആയിരുന്നു. കാർപ്പാത്തിയൻ റീജിയൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ബുഡാപെസ്റ്റ് നമ്മുടെ ഹംഗറിയും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ സ്ലൊവേനിയയും പോളണ്ടിൻ്റെ ചെറിയ ഭാഗവും അതെല്ലാം അതിനകത്ത് ഈ ഒരു ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവർ വന്നത് ഇവിടെ ഹംഗറിയിലാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഒരു ഈ തൂണ് കണ്ടോ, മീൻസ് ഈ പില്ലർ കണ്ടോ, ഇതേപോലെ 7 എണ്ണം ഉണ്ട്.
അപ്പോൾ 7 ട്രൈബൽ കമ്മ്യൂണിറ്റികളാണ് അത് സൂചിപ്പിക്കുന്നത്. അത് ഓരോ തൂണിൽ നിന്നും ഓരോ വ്യൂ ഉണ്ട് പുറത്തേക്ക്. നമുക്ക് ഈ വെസ്റ്റ് സൈഡിലോട്ട് പാർലമെൻറ്റിനെ ഫേസ് ചെയ്ത് ഓരോ വ്യൂ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് അങ്ങ് ഒരേ കര മൊത്തം വീക്ഷിക്കാനാണ് ഇതുപോലുള്ള പില്ലർ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതുപോലെ 7 പില്ലറുണ്ട് കേട്ടോ. 1 2 3 4 5 6 7. സോ മൊത്തത്തിൽ 7 പില്ലറുണ്ട്. 7 ട്രൈബൽ മാഗ്യർ ട്രൈബൽ കമ്മ്യൂണിറ്റി തന്നെ പറയുന്നത്. അപ്പോൾ 7 ട്രൈബൽ കമ്മ്യൂണിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് ഈ പില്ലർ. ഇതിന് മൊത്തത്തിലാണ് നമ്മൾ ഫിഷർമാൻ ബാസ്റ്റിയൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഇതുപോലെ ഓരോ കോട്ടയുണ്ട്. കോട്ടയിൽ നിന്ന് ആദ്യം കാണുന്നത് പുറത്തേക്ക് വെസ്റ്റ് സൈഡിലോട്ടൊരു വ്യൂ ആണ്. സോ അവിടെ കാണുമ്പോൾ പാർലമെൻറ്റാണ്. സോ പ്രത്യേകിച്ച് വേറെ കാഴ്ചകളൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ പാർലമെൻറ്റ് കണ്ടു, ഇന്നിപ്പോൾ അത് ബുഡ കാസ്റ്റിൽ കണ്ടു. അപ്പോൾ വീഡിയോ കുറച്ച് ലെന്തായെന്നാണ്, അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇനി ബുഡാപെസ്റ്റിൽ എന്തെങ്കിലും കാഴ്ചകളുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ ഇനി നോക്കില്ല, കാരണം ഇത് വളരെ ഒരു ഷോർട്ട് ട്രിപ്പാണ്. എനിക്ക് ആകെ 2 ദിവസം എനിക്കിവിടെ ഉള്ളൂ. അത് ഇന്നലെ ഒരു ദിവസം മഴ എന്നുള്ള സംഭവം കാരണം അതുപോലെ എനിക്ക് കുറച്ച് തീരെ വയ്യ ഒന്നാമത്തെ കാര്യം. കുറച്ച് കോൾഡും പനിയൊക്കെ പിടിച്ചു. എന്നാലും വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ടാബ്ലറ്റൊക്കെ കഴിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഞാൻ അത് വീഡിയോ വെറുതെ ഒരു എപ്പിസോഡായിട്ട് ഇടുന്നതായിരിക്കും. സോ അതുവരെ ഞാനിപ്പോൾ ഗുഡ് ബൈ പറയുകയാണ്. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് പറ്റുമെങ്കിൽ ചെയ്യുക. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, നമ്മൾ ഇങ്ങനെ വീഡിയോസ് ഇട്ട് വരുന്നതേ ഉള്ളൂ. ഫ്രീക്വൻ്റ് ആയിട്ടൊന്നും ഇടുന്നില്ല. ഈ ട്രാവൽ ചെയ്യുമ്പോൾ സമയത്ത് ഈ ജോലി തിരക്കും കാര്യങ്ങളും കാരണം കുറച്ച് വീഡിയോ ഒക്കെ ഡിലേ ആവാറുണ്ട്. സോ എന്തായാലും ഞങ്ങൾ ബെസ്റ്റ് ഒരു വീഡിയോസ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും ഇനി അങ്ങോട്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വണ്ടർക്കര യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.